ഹായ്, സുഖല്ലേ? ഇന്ന് കോസല്യ ആവി പറക്കണ സോഫ്റ്റായിട്ട് അകത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫില്ലിങ്സ് വെച്ചിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം. അപ്പോൾ അതിന് വേണ്ടി ഒരു കപ്പ് അരിപ്പൊടി എടുത്തു, ഒരു 1/4 കപ്പ് ശർക്കര, പിന്നെ വേണ്ടത് കുറച്ച് വെളുത്ത എള്ള്, ഇതൊക്കെ മെയിനാണ് കേട്ടോ, വെളുത്ത എള്ള് വേണം. പിന്നെ വേണ്ടത് നാളികേരം, നമ്മൾ നാളികേരം ചിരവി വെച്ചത്. അപ്പോൾ ആ അരിപ്പൊടി നമ്മൾ സാധാരണ കൊഴക്കട്ടയ്ക്കൊക്കെ കുഴക്കില്ലേ, അതേമാതിരി തന്നെ കുറച്ച് അതിനെ നമ്മളൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പ് കേട്ടോ, ഉപ്പ് അധികം ഇടണ്ട, സ്വീറ്റ് ഡിഷാണ്, അപ്പോൾ ഒരു നുള്ളു ഉപ്പ് മതി. ഇനി നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ കുഴക്കട്ടയ്ക്കൊക്കെ കുഴക്കില്ലേ, അതേപോലെ തന്നെ കുഴക്കട്ടയ്ക്ക് കുഴക്കണ മാതിരി നമ്മളതിലേക്ക് ഇട്ടു. എന്നിട്ട് പിന്നെ കുറേശ്ശെ വെള്ളമായിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം കേട്ടോളൂ. അപ്പോൾ ഇതിന് കോസല്യ തന്നെ 2 ടൈപ്പ് ഉണ്ടാക്കാം, ഫ്രൈഡും ഉണ്ടാക്കാം, മറ്റേ സ്റ്റീമും ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് സ്റ്റീമാണ് ചെയ്യണം. അത് കുട്ടികളുടെ ഡബ്ബയിലൊക്കെ കൊടുത്തയക്കാൻ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും ട്രൈ ചെയ്യും, നല്ല ടേസ്റ്റിയാണ്. കുഴക്കട്ട പോലെയൊന്നും അല്ല, ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞല്ലോ കുഴക്കട്ടയ്ക്ക് ഇടിയപ്പത്തിനൊക്കെ കുഴക്കണ മാതിരി നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി അതൊരു 5-10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. നമുക്കിതിന് വേണ്ട ഫില്ലിങ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങാണ് ഡിഫറൻറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് 2 ഏലക്കായ വേണം. നമ്മൾ നന്നായിട്ട് ചൂടായ ഒരു ചീഞ്ചട്ടിയിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരട്ടെ. അതിൻ്റെ കൂടെ നമ്മുടെ വെളുത്ത എള്ളാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. കറുത്തത് കൊടുക്കാം, പക്ഷേ ഇവിടെ അധികം വെള്ളയാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊരു വിദർഭ സ്പെഷ്യൽ ഡിഷാണ് കോസല്യ കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ എള്ള് വറുക്കാൻ 2-3 മിനിറ്റ് മതിയല്ലോ. അതായി തെറിക്കാതിരിക്കാനാണ് കേട്ടോ ഞാനിങ്ങനെ അടച്ച് വെക്കണത്. അപ്പോൾ അതുപോലെ നമ്മുടെ എള്ളൊക്കെ വറുത്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോളൂ. കരിയാതെ നോക്കണേ. ഇനി നമുക്കതൊന്ന് ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്കൊന്ന് പൊടിക്കണം. അപ്പോൾ അത് ഒന്ന് ചൂടാറട്ടെ കേട്ടോളൂ. ഇനി നമുക്ക് വേണ്ടത് ഈ എള്ളിന്ന് തന്നെ 2 സ്പൂൺ എള്ളെടുത്തിട്ട് ഞാൻ നമ്മുടെ തേങ്ങയുടെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോക്കൂ, ഇതിലേക്ക് നമുക്ക് കപ്പലണ്ടി വേണമെങ്കിൽ പൊടിച്ച് ചേർത്താം, പക്ഷേ ആവി കയറ്റുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ചേഞ്ച് ആവും. സ്റ്റീം ചെയ്യുമ്പോൾ കപ്പലണ്ടി ചേർത്തില്ല. നമ്മൾ ഫ്രൈഡ് ആയിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ കപ്പലണ്ടി കൂടി ഇതിൽ വറുത്ത് പൊടിച്ച് ചേർത്താട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 2 സ്പൂൺ എള്ളെടുത്തിട്ട് നമ്മുടെ തേങ്ങയിൽ കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി എള്ള് നമുക്ക് പൊടിച്ചെടുക്കാം. ആ പൊടിച്ചെടുക്കണത് ഇങ്ങനെ അമർത്തുമ്പോൾ അതിന് എണ്ണ പോലെ വരുമല്ലോ എള്ള് പൊടിക്കുമ്പോൾ, ആ ഒരു പരുവത്തിലാണ് കേട്ടോ. നനവോടെ പൊടിച്ചെടുക്കണം, വെള്ളം ഒഴിച്ചിട്ടല്ല. അതിൽ നിന്ന് തന്നെ കുറച്ച് ഓയിൽ റിലീസാവും. അപ്പോൾ അതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം കണ്ടോ. ഇപ്പോൾ ഒരു നനവ് പോലെ ഇല്ലേ ഇതിന്. ഇനി നമുക്ക് ഇതിനെ ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ശർക്കരയും നമ്മുടെ നാളികേരം ഇല്ലേ, അപ്പോൾ നമ്മളിതിൽ ഏലക്കായ ഇട്ടിട്ടാണ് പൊടിച്ചിരിക്കണം. അപ്പോൾ മണത്തിനതുണ്ട്. ഇനി നമ്മളുടെ ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ശർക്കരയും കൂടി, എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് പൊടിക്കണം കേട്ടോ. ഇത് ഗോതമ്പ് കൊണ്ട് മാത്രം ഉണ്ടാക്കാം, മൈദ കൊണ്ട് മാത്രം ഉണ്ടാക്കാം, അരിപ്പൊടി കൊണ്ടും ഉണ്ടാക്കാം. നമ്മൾ പരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, അത് കുറച്ചുകൂടി ഹെൽത്തി ആണല്ലോ. പിന്നെ ഇതിന് സ്റ്റീംഡ് ആണ് കൗസല്യ വെച്ചാൽ ഇതിന് ഉക്കടാച്ചി കൗസല്യ എന്ന് പറയും. അപ്പോൾ ഇതിന് തിലാച്ചിയ കൗസല്യ എന്ന് പേരുണ്ട് കേട്ടോ. തിൽ എന്ന് പറഞ്ഞാൽ എള്ളാണ്. അപ്പോൾ ഇവിടെ എള്ളിൻ്റെ വിഭവങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മകരസംക്രാന്തി സമയത്താണ് ഇത് അധികം ഇവിടെ ഉണ്ടാക്കുക. ഇവിടുത്തെ സ്പെഷ്യലാണ്, വിദർഭ സ്പെഷ്യലാണ്, മഹാരാഷ്ട്രയുടെ വിദർഭ സ്പെഷ്യലാണ് ഈ കൗസല്യ കേട്ടോ. അപ്പോൾ സ്റ്റീംഡും ഉണ്ടാക്കാം, നമുക്ക് ഫ്രൈഡും ഉണ്ടാക്കാം. ഫ്രൈ ചെയ്താൽ ഒരു 2 ആഴ്ചയൊക്കെ കേടുവരാതിരിക്കും. 1-2 ആഴ്ചയൊക്കെ കേടുവരാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൽ കപ്പലണ്ടിയും കൂടി വറുത്ത് പൊടിച്ച് ചേർക്കാം. ഇനിയിപ്പോൾ നോക്കൂ, ഈ മാവ് എടുത്തിട്ട് നമ്മൾ ചെറിയ നൈസായിട്ടുള്ള ഒരു ചെറിയ പൂരി പോലെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ക്ലോസ് ചെയ്തു. ഇനി ഇതിലേക്ക് ഡിസൈനുകൾ കൊടുക്കണം. ഇതിൽ പലതരം ഡിസൈൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് 2 ടൈപ്പ് ഡിസൈൻ കാണിച്ചു തരാം. ഒന്ന് നമ്മുടെ ഇതുപോലെ ഫുൾ നന്നായിട്ട് ക്ലോസ് ചെയ്യണം, പൊട്ടിപ്പോവാതെ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫോർക്ക് കൊണ്ട് അതുപോലെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡിസൈൻ റെഡിയായി. ഇങ്ങനെ ഒരുപാട് ഡിസൈൻസ് നമുക്കിതിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി വേറൊരെണ്ണം കൂടി ഇതേമാതിരി നമ്മൾ ഫില്ലിങ് നിറച്ച് നമ്മൾ ഈ ഡിസൈൻ കൊടുക്കുന്നത് ഭംഗിക്കും കൂടി മാത്രമല്ല, അതങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ അരികൊക്കെ ഒന്ന് ക്ലോസ് ആയി കിട്ടും. അപ്പോൾ നമ്മളുടെ ഫില്ലിങ് ഒന്നും വറക്കുമ്പോഴാണെങ്കിലും സ്റ്റീം ചെയ്യുമ്പോഴും പുറത്തേക്ക് വരില്ല. അപ്പോൾ ഡിസൈനും ആവും, കാണാനും ഭംഗിയുണ്ടാവും കണ്ടോ. ഇനി നമുക്ക് സ്പൂണിൻ്റെ ഫോർക്കിൻ്റെ ബാക്ക് വശം കൊണ്ട് ഇതുപോലെ ആക്കുമ്പോൾ ഇത് വേറൊരു ഡിസൈനോ, ഇങ്ങനെ പല ടൈപ്പ് ഡിസൈനുകൾ ഉണ്ടാക്കാട്ടുള്ളൂ. അപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലുമൊക്കെ ഇതിൽ കാണിച്ചു തരാം. ഇനി ഒരു സ്റ്റീമറിൽ വെക്കണം നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു തട്ടിലേക്ക് എണ്ണയോ നെയ്യോ എന്തെങ്കിലും പുരട്ടണം, എന്നിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാട്ടുള്ളൂ. ഒരു 5 മിനിറ്റ് സ്റ്റീം ചെയ്യേണ്ട ആവശ്യമുള്ളൂ, പെട്ടെന്നായി കിട്ടും. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ലല്ലോ. ഇപ്പോൾ ഞാനിതിന് മുമ്പൊരു വീഡിയോയിൽ ചോദിച്ചിരുന്നു ഏത് നാട്ടിൽ നിന്നാണ് കാണുന്നതെന്ന്. എനിക്ക് ഒരുപാട് റെസ്പോൺസ് വന്നിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. പല സ്ഥലങ്ങളിലിരുന്ന് നിങ്ങളിതെല്ലാം കാണുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് അറിഞ്ഞിട്ട് വളരെ സന്തോഷമായിട്ട് ഒരുപാട് താങ്ക്സ്, ഒരുപാട് നന്ദിയുണ്ട്. നോക്കൂ, അപ്പോൾ നമ്മളുടെ
ഇത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു. ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നമ്മൾ ഫില്ലിങ് എത്ര അകത്ത് വെക്കണോ അതിനനുസരിച്ചിട്ട് നമുക്കത് കുറേ കൂടി വലിപ്പത്തിലോ ഒക്കെ ഉണ്ടാക്കാം. ഞാൻ 1.5 സ്പൂൺ ഫില്ലിങ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ ഇതാ നമ്മളുടെ ആദ്യത്തെ സ്പൂണിൻ്റെ ബാക്ക് വശം വെച്ചിട്ടുണ്ടാക്കിയില്ലേ, അതും ഇത് നമ്മുടെ ഫോർക്ക് വെച്ചിട്ടുണ്ടാക്കിയതും കേട്ടോ. നോക്കൂ, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ നല്ല ഭംഗി മാത്രമല്ല, നല്ല സോഫ്റ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി കോസല്യ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യൂ, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കൂ, ഡബ്ബയിൽ കൊടുത്തയക്കി വിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.